മുള്ളട എന്ന് പറയുന്ന സാധനം, ആനക്കിണി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആനയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ പോസ്റ്ററുകളാണ്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാടധികം ജംഗിള്, ആനക്കളരി. ആനക്കളരി, കുട്ടിക്കുറു. പട്ടാഭിഷേകം ഇല്ലല്ലേ? പട്ടാഭിഷേകം അതാണ്ട് പട്ടാഭിഷേകം. നീലകണ്ഠനാണ് 25 വയസ്സ്, മല 9 വയസ്സ് പ്രായം. ഇത് ആനപിടുത്തത്തിൻ്റെ ഒരു രീതിയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രതീഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്. ആന കേരളം എന്നാണ് സെഗ്മെൻറ്റിൻ്റെ പേര്. നമ്മുടെ കേരളത്തിൽ നല്ല പേര് കേട്ട ആനകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ആനകൾ വരുന്നതായിട്ടുള്ള ഉത്സവ കേരളം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്, അതിൻ്റെ ഇൻട്രോ വീഡിയോ ആണിത്. നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോന്നിയിൽ എലിഫൻറ്റ് പാർക്കിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാടധികം ആനകൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കം എന്ന് കരുതിയിട്ടാണ് നമ്മൾ കോന്നിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആനപ്രേമികളെല്ലാം ഒരുപാട് പേര് കാണും. ശരിക്കും പറഞ്ഞാൽ ആന മേഖലയിൽ വലിയ പരിചയമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ആന കേരളത്തിൽ ഒരുപാടധികം ആനകളെയും കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് നമ്മുടെ എലിഫൻറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു താരിഫ് എന്ന് പറയുന്നത് അഡൽസിന് 40 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് 100 രൂപ, അതുപോലെ തന്നെ പാർക്കിങ്ങിന് 50 രൂപ, അതുപോലെ തന്നെ തിങ്കളാഴ്ച അവധിയാണ്. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കോന്നിയുടെ ആനക്കൂടിൻ്റെ ഒരു മോഡൽ കാണാം. അതുപോലെ തന്നെ പരിപാലനത്തിൻ്റെ ചരിത്രം, ആനപരിപാലനത്തിൻ്റെ ചരിത്രം അവിടെ വിശദമായിട്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരു എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ്. അവിടെ വളരെ വലിയൊരു മ്യൂസിയം സെറ്റപ്പാണ്. നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വെൽക്കം ടു എലിഫൻറ്റ് മ്യൂസിയം കോന്നി എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാടധികം ആർട്ട് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആർട്ട് വർക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആനയുടെ പരിണാമങ്ങളാണ്. ആനയുടെ ഓരോ സ്റ്റേജും നമുക്കവിടെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആർട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിയൻസ് ഒരു വേറെ രീതി തന്നെയാണ്. പല രീതിയിലുള്ള പടങ്ങളും ഒക്കെ ഒരു 3D രീതിയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ കണ്ടതിൻ്റെ കൂട്ട് തന്നെ ആനയുടെ പരിണാമം ഇവിടെയും ഒരു പോസ്റ്റർ കണക്കും വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ ഒരു ഹാളിൽ തന്നെ നമുക്ക് ഒരു ആനയുടെ അസ്ഥികൂടം കൂടി കാണാൻ പറ്റുന്നുണ്ട്. അത് ഒറിജിനലാണ്. ആനയുടെ എക്യുപ്മെൻസുകൾ, ഉപകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുള്ളട, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇടച്ചങ്ങല കാണാൻ പറ്റും. ഇതൊക്കെ ഒറിജിനലായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്കുശം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കത്തിയാണ്. നമുക്ക് ആനയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള, ആനയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള കത്തിയാണ്. പിന്നെ ആനയുടെ പല്ല്, ആനയുടെ പല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു 3D ഒരു പോസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളുടെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കൊമ്പുചുറ്റാണ്. കൊമ്പുചുറ്റ്, പിന്നെ അതുപോലെ തന്നെ ആനക്കണി. ഇതാണ് ആനക്കണി. ആനക്കണിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ മത്ത, ഇതെന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. മത്ത എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോല്, ആനക്കോല് വെച്ചിട്ടുണ്ട്. വലിയ കോലാണിത്. ഇതിൻ്റെ ചെറിയ കോലും ഉണ്ടാവാം. അതുപോലെ തന്നെ തോട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ആനത്തോട്ടി. അതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കീഴ്ത്താടിയിലും അതുപോലെ തന്നെ തലയോട്ടിയാണ്. ആനയുടെയാണ്, ഒറിജിനലായിട്ടുള്ള സാധനമാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസ് ഒരു വളരെ വലിയൊരു ആംബിയൻസാണ്. നല്ല പോസ്റ്ററിങ്, ആനയെക്കുറിച്ചുള്ള സകലമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അവിടെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനപിടുത്തത്തിൻ്റെ വാരിക്കുഴി രീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജാണ് കാണിച്ചിരിക്കുന്നത്. ആന വീഴുന്നത്, അതുപോലെ തന്നെ ഇതിലൂടെ എഴുതിയും വെച്ചിട്ടുണ്ട് ആ വാരിക്കുഴിയിൽ വീഴുന്നത്. അതുപോലെ തന്നെ ഈ വാരിക്കുഴിയിൽ നിന്ന് വീണ ആനയെ കഴുത്തിലും കാലിലും വലിയ കുരുക്കുകളിട്ട് ഇതിനെ കരയ്ക്ക് കയറ്റുന്നതായിട്ടുള്ള ഒരു ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മൂന്നാമത്തെ പോയിൻ്റ്, ഇത് 1, 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കുഴിയിൽ വീണ ആനയെ കുങ്കി ആനയുടെ സഹായത്തോടു കൂടി കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അത് ഈ ഒരു സൈഡിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിലാണ് നമുക്കത് കാണാൻ പറ്റും. കുങ്കിയാനയുടെ സഹായത്തോടു കൂടി ആനയെ കൂട്ടിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു രീതി. പിന്നെ നമുക്ക് പറയുന്നത് അടുത്തൊരു രീതി എന്ന് പറയുന്നത് വിദഗ്ധരുടെ ഇതിനെ കൂട്ടിലേക്കും കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള
ആന പാപ്പന്മാരുടെ സഹായത്തോടുകൂടി അവിടെ പരിശീലനം നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ആനയുടെ നല്ലൊരു പ്രതിമ ഉണ്ട്. അതുപോലെ തന്നെ കൂപ്പുതടി മുറിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ഒരു ആർട്ട് വർക്കും ഇവിടെ ഉണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഇവിടെ എലിഫൻറ്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഒരു ആനയുടേതുണ്ട്. ഇവിടെ ഒരുപാടധികം ആർട്ടുകളുണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആനയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ പോസ്റ്ററുകളാണ്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാടധികം ജംഗിള്, ആനക്കളരി, കുട്ടിക്കുറുമ്പൻ. എവിടെ നമ്മുടെ മറ്റേ സിനിമ ഏതാ? അല്ല, ഗജകേസരിയോ ഇല്ല, മറ്റേതില്ലല്ലേ? അല്ല, നമ്മുടെ ഐസേജ്. അത് പക്ഷേ ആന ബേസ് ചെയ്തുകൊണ്ടല്ലല്ലോ. ഐസേജ് കാർട്ടൂണില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ? ലീല ആന ബേസ് ചെയ്തുകൊണ്ടല്ലേ? ലീല പട്ടാഭിഷേകം ഇല്ലല്ലേ? പട്ടാഭിഷേകം അതാണ്ട് പട്ടാഭിഷേകം. പക്ഷെ മറ്റേതില്ലായിരുന്നൊരു പ്രധാനം, അത് വരണ്ടേ? അതില്ലല്ലോ. നമ്മുടെ ഗജകേസരിയോ ബുക്ക് ബേസ്ഡാണ്. എലിഫൻ്റാണ്. എലിഫൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുസ്തകങ്ങൾ. ഇതിനകത്ത് ഒരെണ്ണം പോലും ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ അറിയത്തില്ല. ഓക്കെ, ഇവരാണ് കോന്നിയിലെ ഇപ്പോഴത്തെ താരം എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞയ്യപ്പൻ എന്നാണ് ഇവൻ്റെ പേര്. വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവനെ കിട്ടിയത് നമ്മുടെ ആങ്ങമ്പുഴി ഫോറസ്റ്റിൽ നിന്ന് ആനക്കൂട്ടത്തിൻ്റെ ഇത് പിരിഞ്ഞിട്ട് ഫോറസ്റ്റുകാർക്ക് കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ഇവനെ കിട്ടിയത്. 1.5 വയസ്സാണ് ഇവൻ്റെ പ്രായം കണക്കാക്കപ്പെടുന്നത്. ഇവൻ വളരെ ഇപ്പോൾ ഈ കോന്നി എലിഫൻറ്റ് പാർക്കിലെ ഏറ്റവും ആകർഷണമായിട്ട് നിൽക്കുന്നത് ഇവൻ തന്നെയാണ്. ഇവൻ്റെ കുറച്ച് രീതികൾ പാപ്പാനെയൊക്കെ ഇപ്പം തന്നെ നല്ല രീതിയിൽ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത കൂടി. അപ്പം അവൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്ന് 2003 ഇവിടെ വന്നത്. 20 വയസ്സുള്ള നമ്മുടെ ഇവയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രിയദർശിനി 38 വയസ്സ്, കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും 1992 ലഭിച്ചു. പ്രിയദർശിനി. ഈവയും പ്രിയദർശിനിയും. അടുത്ത മീന കോന്നി ഡിവിഷണൽ മണ്ണാപ്പാറ റേഞ്ചിൽ നിന്ന് 1991 ലഭിച്ച ആനയാണ്. അതും കോന്നി ഡിവിഷനിൽ നിന്ന് ലഭിച്ചാണ്. മീന 31 വയസ്സ്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നീലകണ്ഠനാണ്. 25 വയസ്സ്. മലയാറ്റൂർ ഡിവിഷനിൽ വാടാട്ടുപാറ ഭാഗത്ത് നിന്ന് 1996 കിട്ടിയ 14/2/2021 കോന്നി ആനത്താവളത്തിൽ ഏൽപ്പിച്ചു. നീലകണ്ഠൻ അവനൊരു പുഷ്കര ആന തന്നെയാണ്. നീലകണ്ഠൻ ചെവി സെറ്റപ്പിൽ നിൽക്കുകയാണ് നീലകണ്ഠൻ. 1 വയസ്സുള്ള നീലകണ്ഠൻ കണ്ടുപോകുന്നു. നീലകണ്ഠ 1 വയസ്സുള്ള നീലകണ്ഠൻ. മോനെ ആന എന്തി? ആന നീല ആന എന്തി?
2018 ഞാനിവിടെ വരുമ്പോൾ ഇതേ സ്ഥാനത്തുണ്ടായിരുന്നത് നമ്മുടെ കോന്നി സുരേന്ദ്രനായിരുന്നു. കോന്നി സുരേന്ദ്രൻ്റെ അന്നത്തെ ഒരു കുളി നീരാട്ട് സമയത്താണ് ഞാൻ ഇവിടെ കണ്ടത്. ആ ഒരു സീനാണ് ഈ കാണുന്നത്. കോന്നി സുരേന്ദ്രൻ ഇന്ന് വേറെ ലെവലിലായിട്ടുണ്ട്. ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് ആ ആന ഇങ്ങനെ ആയതിൽ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എല്ലാവർക്കും നല്ല പുല്ലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് കാണുന്നത് കൃഷ്ണ, 9 വയസ്സ് പ്രായം, തിരുവനന്തപുരം ഡിവിഷനിൽ പരുതിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും 2014 കൊണ്ടുവന്ന ആനയാണ്. നൈസ്. അപ്പോൾ കോന്നിയിലെ ആന വിശേഷങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ഈ ആന കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ കാണാം. ഏതെങ്കിലും ഒരു ഉത്സവത്തിൽ ആന പങ്കെടുക്കുന്ന നല്ലൊരു ഉത്സവം, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനയെ പരിപാലിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആനയായിട്ടൊക്കെ വീണ്ടും കാണാം. ആന കേരളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.